വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി വ്ളോഗാണ്. നമ്മൾ കുറേ ആയി സ്റ്റഡി വ്ളോഗ്സ് ഇട്ടിട്ട്. അത് മാത്രമല്ല 200 സ്പെഷ്യൽ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ ഇട്ടതേ ഇല്ല. അതേപോലെ മാക്സിമം ലെങ്ത് ആക്കാൻ ഞാൻ നോക്കിയിട്ടാണ് ഫസ്റ്റ് കുറേ വീഡിയോസ് എടുത്തത്. പക്ഷേ അത് ലെങ്ത് ഒന്നും ആയില്ല. ആൻഡ് ഉച്ചയ്ക്ക് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരുന്നതാണ്. അതായത് ഇവിടെ എല്ലാ ജോലിയും ചെയ്തിട്ട് ഇങ്ങനെ ഒതുങ്ങി ഇരുന്നിട്ട് അവിടെ കാണാൻ ഇരുന്ന് പാട്ട് കേട്ടതാണ്. ആൻഡ് 1 മണിയായിട്ട് നമ്മൾ കുളിക്കാനൊന്നും പോയില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്താണെങ്കിൽ ചേര മരത്തെ ചുറ്റിക്കിടക്കും. എൻ്റെ പൊന്നുമ്മ, ഇനിയിപ്പോൾ ഞാൻ ആ വഴി പോകുന്നത് എനിക്ക് പേടിയായിരിക്കും. കാരണം വഴി പോകുമ്പോൾ അവിടെ ചേര കാണും, എൻ്റെ കഴുത്തെ വീഴും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് തന്നെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് അപ്പോഴാണ് ഇതാണ് മാങ്ങ പറിച്ചുകൊണ്ട് വന്നത്. ആൻഡ് എൻ്റെ കയ്യിൽ അതിൻ്റെ കറയൊക്കെ ആയി. അതാണ് മായിച്ചളയുന്നത്. അല്ലെങ്കിൽ കറയൊക്കെ കഴിഞ്ഞാൽ ഈ പൊള്ളുന്ന പോലെയൊക്കെ ആവും. സോ ഞാൻ അത് ഉപ്പിലിട്ടല്ല ഉപ്പും മുളക് കൂടി ഇട്ട് കഴിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്ത് എനിക്ക് പക്ഷേ കാണുന്നില്ല. ഇതിനകത്ത് സെൻഡ് ചെയ്തപ്പോൾ എന്തോ പോയതാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കുളിച്ചിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച്. ആൻഡ് ഫുഡ് എന്താണെന്ന് പറഞ്ഞാൽ ചോറ്, മീൻകറി, മോര്, പപ്പടം, അതൊക്കെ തന്നെ. എന്നിട്ട് നമ്മൾ ഹ്യൂമനിസത്തിൻ്റെ പാർട്ട് 4 ആയിരുന്നു കണ്ടത്. ആൻഡ് അമീൻ സാറ് നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കും. ആൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ ക്ലാസ് എങ്ങനെയാണ്. നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് ആ ഒരു പാഠത്തിൻ്റെ ഒരു ഹാഫ് പോർഷൻ ആയിരുന്നു. ഇനിയും നമുക്കൊരു 10 പേജസോളം എന്തോ എനിക്ക് പഠിക്കാനുണ്ട്. ഞാൻ അതിൻ്റെ ഇച്ചിരിയേ പഠിച്ചിട്ടുള്ളൂ. ഒരു 8 പേജോട് എന്തോ ഉണ്ടായിരുന്നു ആ ഒരു ഹ്യൂമനിസം എന്ന് പറയുന്ന ചാപ്റ്റർ. വ്യക്തമായിട്ട് എനിക്കങ്ങനെ അറിയില്ല. പിന്നെ നമ്മുടെ ചാനലിൽ കുറേ പേര് സ്റ്റഡി വ്ളോഗ് വേണമെന്ന് ചോദിച്ചപ്പോൾ കമൻറ്റ് ചെയ്തു. ആദ്യമായിട്ടാണ് അത്രയും കമൻറ്റൊക്കെ ഞാൻ ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സന്തോഷമായി. എത്ര പേർക്കൊക്കെ എൻ്റെ ഒരു വ്ളോഗ് കാണാൻ ഇഷ്ടമാണോ എന്ന്. പിന്നെ ഓരോരുത്തർ പറഞ്ഞ് എന്താ വ്ളോഗ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടിവേഷൻ കാണുമെന്ന്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിങ്സൊക്കെ ആയിരുന്നു വന്നത്. സോ താങ്ക് യു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ വ്ളോഗ് എടുത്തത്. പക്ഷേ ഇത് ഭയങ്കര ചെറുതായിപ്പോയി. എനിക്ക് തോന്നുന്നു ഈ ചെറുതാവുന്നതായിരിക്കും നല്ലത്, ബോറടിക്കാതെ കാണാൻ. ആൻഡ് എനിവേസ്, നിങ്ങൾ പറയാം ചെറുതാണോ നല്ലത് വലുതാണോ നല്ലതെന്ന്. ആൻഡ് എന്തോ ഒരു ഭാഗ്യത്തിനാണ് നമുക്ക് ഈ ഒരു ഫോൺ കിട്ടിയത് ഈ വ്ളോഗ് എടുക്കാൻ വേണ്ടി. ഉച്ചയ്ക്ക് ഉമ്മയില്ല, ഉമ്മയുടെ ഫോണെ ഉമ്മ തരൂ, പാപ്പയുടെ ഫോൺ അങ്ങനെ തരത്തില്ല. പിന്നെ അപ്പുറത്തോട്ടും പോയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്ത് ആരും അറിഞ്ഞില്ല. ആൻഡ് എന്നിട്ടാണ് സെൻഡ് ചെയ്തത്. ആൻഡ് വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കലില്ല. പിന്നെ ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 10:30 ആയി കാണും. രാത്രി ഒരു 10:30 സമയമായി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്രയും കാണിച്ചിട്ടുണ്ടപ്പോൾ എനിക്ക് അത്രത്തോളം സന്തോഷമായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരുമിച്ച് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. എനിക്ക് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാതെ ഉറങ്ങാൻ പറ്റത്തില്ല എന്ന രീതിയിലായി. എന്നാലും 3 മിനിറ്റേ ഉള്ളൂ, അത്ര വലിയ കഷ്ടപ്പാടില്ലെങ്കിലും ഇപ്പോൾ തമ്മിലൊക്കെ ചെയ്യണം. സോ താങ്ക് യു ഗൈസ്. ഇനി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ അത്രത്തോളം ഹാപ്പിയാവും. ആൻഡ് ഇപ്പോൾ വ്യൂസ് കുറവാണ്, അത് മാത്രമല്ല എനിക്കൊരു സങ്കടം. ആൻഡ് കമൻസൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്, മാഷാഅല്ലാഹ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് ക്ലാസ് കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കായിരുന്നു അമീൻ സാറിൻ്റെ ഒരു പൊളപ്പം ചെളിയ വന്നത്. അതായത് ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. എനിക്കൊരു കാര്യം അറിയാം, ഈ മൊണാലിസയുടെ പിക്ചർ ഫേക്കാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒറിജിനൽ പിക്ക് ഇതാണെന്ന് പറഞ്ഞിട്ട് JC സാറിൻ്റെ ഒരു ഫോട്ടോ മൊണാലിസയിൽ ബ്ലെൻഡ് ആക്കിയിട്ടുള്ള ഒരു ഫോട്ടോ കാണിച്ചിരുന്നു. ഞാനിപ്പോൾ ആരെയും ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് റിയൽ ഫോട്ടോ ഒക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ ഗൈസ്, ഈ വ്ളോഗ് ഭയങ്കര ചെറുതാണെന്നറിയാം. കുറച്ച് ക്ലിപ്സേ ഉള്ളൂ. ആൻഡ് സ്റ്റഡി വ്ളോഗ് എന്ന് പറയാൻ അത്രയും വലിയ ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ മ്യൂസിക് ഇടാൻ എനിക്ക് പേടിയാണെന്നാണ് ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എപ്പോഴാണ് കോപ്പി റൈറ്റ് അടിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. സോ നിങ്ങൾ പറയാം മ്യൂസിക് ഇടുന്ന ആണോ നല്ലത് അല്ലയോ എന്ന്. പിന്നെ ക്യാമറ ക്വാളിറ്റി നല്ലതായത് എൻ്റെ വാപ്പയുടെ ഫോണിലാണ് എടുത്തത്, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ വാപ്പയുടെ ഫോണിലായതുകൊണ്ടാണ്. പിന്നെ ഗൈസ്, വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സജഷൻ കണ്ട്, അതായത് ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇടുക, അതായത് വോയിസ് ഓവർ കൊടുക്കാതെ. അപ്പോൾ ഞാൻ അങ്ങനത്തെയും കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുക അത് എത്രത്തോളം നല്ലതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ, പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതെല്ലാം ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാം, ബൈ.